So, next we are going to discuss about what are the different factors influencing perception. Okay, factors influencing perception. അപ്പോൾ ടെക്സ്റ്റിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. ഈ ഒരു പിക്ചർ നോക്കൂ. ഡു യു സീ ദ ഫാൻഡം സ്പോട്സ് ഹിയർ? ഫാൻഡം സ്പോട്സ് എന്ന് വെച്ചാൽ നമ്മൾ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറേ സ്പോട്സ് പെട്ടെന്ന് കാണാൻ പറ്റും. ചിലരുടെ പെർസെപ്ഷൻ അത് കാണാൻ കഴിയും, ചിലർക്ക് അത് കാണാൻ കഴിയില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ നേരം നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ സം ദാറ്റ് ഫാൻഡം സ്പോട്സ്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് അവിടെ ഇവിടെ ആയിട്ട് യു ക്യാൻ ഫീൽ ദാറ്റ്. ഇവിടെ ഫേസസ് ആണോ വേസസ് ആണോ കാണുന്നത് എന്നുള്ളത്. ചിലർക്കത് ഫേസ് ആയിട്ട് കാണും, ചിലർക്കത് വേസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ സൂക്ഷ്മമായി നോക്കിയാൽ യു ക്യാൻ സീ ദാറ്റ് ഫേസസ് ഓൾസോ. ഓക്കെ, സോ പെർസെപ്ഷൻ്റെ മീനിങ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദിസ് പെർസെപ്ഷൻ. അപ്പോൾ ഫാക്ടേഴ്സ് ഇൻ ദ പെർസീവ് ചെയ്യുന്ന ഒരാളുടെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇവാലുവേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ജഡ്ജ്മെൻറ്റ്സ് concerning objects, people or value reflect how we feel about something. നമുക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ കാണുന്നതെല്ലാം നെഗറ്റീവായിരിക്കും. നമ്മൾ മലയാളത്തിൽ വെറുതെ ഒരു ചൊല്ല് പറയാറുണ്ട്, ഈ മഞ്ഞപ്പിത്തം പിടിച്ചവരുടെ കണ്ണ് കാണുന്നതൊക്കെ മഞ്ഞായിരിക്കും എന്ന് പറയും. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നതെല്ലാം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡേ ഫീൽ ചെയ്യുള്ളൂ. ബട്ട് വി ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമുക്കെല്ലാം നന്മ മാത്രമേ കാണുള്ളൂ. സോ അക്കോർഡിംഗ് ടു ദ ആറ്റിറ്റ്യൂഡ് ഓൾസോ നമുക്ക് പെർസെപ്ഷൻ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ഏതൊരു കാര്യത്തിനെ നോക്കി കാണുന്നുവോ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബിഹേവ് ചെയ്തിരിക്കും. ഓക്കെ, സോ വൺ ഓഫ് ദ ഫാക്ടർ ഇസ് ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് കം മോട്ടീവ്സ്. See, it reflects stimuli that cause to perform particular action, states goals, purpose perceived by the perceiver from event, situation, etc. നമ്മുടെ മോട്ടീവ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരണം, നമ്മുടെ ഡിസയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓരോ സ്റ്റിമുലൈ ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആക്ഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി നമുക്കുണ്ടാവുന്ന നമ്മുടെ ഏത് രീതിയിലാണോ നമ്മുടെ സ്റ്റിമുലൈ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ഗോൾസും ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നതും ആ ഒരു സിറ്റുവേഷനൊക്കെ ബേസ് ചെയ്തിരിക്കും. ഒന്നും വേണ്ട, ഇപ്പം നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു കോച്ചിങ്ങിന് പോകുന്നു. യുവർ മോട്ടീവ് ഇസ് ദാറ്റ് യു വോണ്ട് ടു അച്ചീവ് ദാറ്റ് എക്സാമിനേഷൻ. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അച്ചീവ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ അവിടെയുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ച് ചെയ്യുന്ന ആൾ നിങ്ങളെ നന്നായി വഴക്ക് പറഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക് വലിച്ചെറിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് എന്തായി ഫീൽ ചെയ്യുള്ളൂ? നിങ്ങളുടെ ആ ഒരു സ്റ്റിമുലൈയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും എനിക്കിത് പഠിച്ചെടുക്കണം. ഇതിനോട് ദേഷ്യം കാണിക്കുന്നവരോ അവിടെ ബുക്ക് ഇട്ടിട്ട് പിറ്റേന്ന് തൊട്ട് ആ കോച്ചിങ് സെൻറ്ററിലേക്ക് പിന്നെ അവർ പോവില്ല. ഇപ്പം മോട്ടീവ്സ് ഓക്കെ, നമുക്ക് എവിടെ എത്തണം, നമ്മുടെ ഗോൾ ഓക്കെ, എന്ത് പേർപ്പസാണ് നമ്മളതിനെ പെർസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മൾ നോക്കിക്കാണുന്നത്. ഓക്കെ, മോട്ടീവ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് പെർസെപ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്തിനെ നോക്കിക്കാണുന്നോ അത് നമ്മുടെ ഗോൾസും നമ്മുടെ ഒരു പേർപ്പസ് ഓഫ് ദാറ്റ് പെർസീവ്ഡ് ആ ഒരു ഈവൻ സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെയാണോ അത് പെർസീവ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദ പെർസെപ്ഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, now comes interest. State that power the force and attitude has towards manifestation in person's behavior. നിങ്ങൾക്കറിയാലോ, നമുക്ക് ഏതൊരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ അറിയുള്ളൂ. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്സിനോടൊന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ടിട്ട് ഒരു ബൈക്ക് ഡിസൈൻ ചെയ്യാനോ ഒരു ഡിസൈനിങ് സെൻറ്ററിലേക്ക് വിടാനോ ചെയ്താൽ ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോൾ ഒരു അനിമേഷൻ ഇഷ്ടമല്ലാത്ത ഒരു കുട്ടിയെ കൊണ്ട് അനിമേഷൻ പഠിക്കാൻ വിട്ടാൽ ഹി വോണ്ട് ലൈക്ക് ദാറ്റ്. അവനൊരു പക്ഷേ വേറെ ഏതെങ്കിലും സ്കില്ലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേറെ ഏതെങ്കിലും ഒരു ഡ്രോയിങ് സ്കില്ലോ ഇല്ലെങ്കിൽ കൂടുതൽ മാനേജ് ചെയ്യാനുള്ള സ്കില്ലോ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഇൻട്രസ്റ്റ് ഓൾസോ നമ്മളൊരു കാര്യത്തിനെ പെർസീവ് ചെയ്യുന്നത്. റൈറ്റ്, that is also one of the factor. Now come expectations. State that anticipation of a particular behavior from a person affects what a person perceives. എക്സ്പെക്റ്റേഷൻ, മോട്ടീവും എക്സ്പെക്റ്റേഷനൊക്കെ നമുക്ക് ഇൻ്റർ റിലേറ്റ് ചെയ്യാം. നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ
എക്സ്പെക്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ ഇന്ന ഒരാളുടെ ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, നമുക്കറിയാം, പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇന്ന ഹോട്ടലിൽ പോയി കഴിച്ചാൽ ആ ഫുഡിന് ഇതായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു പോവുക. ദാറ്റ് ഈസ് വാട്ട് സ്റ്റേറ്റ് ദാറ്റ് ആൻറ്റിസിപ്പേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ബിഹേവിയർ ഫ്രം എ പേഴ്സൺ. അല്ലെങ്കിൽ ഇന്ന ആൾ ഉണ്ടാക്കിയ ആ ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, ആ ഒരു പെർസെപ്ഷനിലാണ് നമ്മളവിടെ എത്തുന്നത്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു കുഞ്ഞു ഫിഷ് ഈ ബൗളിൽ നിന്ന് എടുത്ത് ചാടുന്നത് ഞാൻ അവിടേക്ക് എത്തിച്ചേരും എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ്. ഓക്കെ, ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കണം നമുക്ക്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ ഇന്നതാവും, നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? അതാണ് ആ ഒരു വൺ ഓഫ് ദ ഫാക്ടർ എന്ന് പറയുന്നത്. പെർസെപ്ഷനെ നമ്മൾ, അല്ലെങ്കിൽ ഒരു കാര്യം പെർസീവ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ, അതിനനുസരിച്ചായിരിക്കും നമ്മളതിനെ നോക്കിക്കാണുക. പിന്നെ എക്സ്പീരിയൻസ് ആൻഡ് നോളേജ് സെർവ്സ് ആസ് എ ബേസിസ് ഫോർ പെർസെപ്ഷൻ. ഓക്കെ, ഈ എക്സ്പീരിയൻസും നോളേജും എന്ന് പറയുന്നത് ഒരു പെർസെപ്ഷൻ്റെ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, വൈൽ വൺ സക്സസ്ഫുൾ എക്സ്പീരിയൻസ് എൻഹാൻസ് ഹിസ് ഓർ ഹെർ പെർസ്പെക്റ്റീവ് എബിലിറ്റി, failure erodes his or her self-confidence. Successful experience also helps perceiver understand stimuli with more accuracy. ചില ഓർഗനൈസേഷനിൽ നമ്മൾ പറയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ വേണമെന്ന് പറയും, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡെസിഗ്നേഷൻ ഹാൻഡിൽ ചെയ്യാൻ. ചില ഡെസിഗ്നേഷനിൽ നമ്മൾ പറയും ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ മതി, പഠിച്ചിറങ്ങിയ കുട്ടികൾ മതി പറയും. പക്ഷേ ചില പൊസിഷനിലോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണമെന്ന് പറയും. വൈ ഈസ് ഇറ്റ് സോ? കാര്യങ്ങൾ നോക്കി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത്, ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് വളരെ അക്യുറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനായിരിക്കും. ബിക്കോസ് ദേ ക്യാൻ എൻഹാൻസ് ഹെർ പെർസ്പെക്റ്റീവ് എബിലിറ്റി. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസിനെ ഫെയിലിയർ, അല്ലെങ്കിൽ അതിനെ ഇറോഡ് ചെയ്യാൻ നമുക്ക് കഴിയും, അതിനെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയും, ബിക്കോസ് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ് ആൻഡ് നോളേജ്. സോ എക്സ്പീരിയൻസും നോളേജും എന്ന് പറയുന്നത്, നമ്മൾ പറയാറില്ല, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കാരണവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററൊക്കെ വരുമ്പോൾ കാരണവന്മാരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ബിക്കോസ് ഓഫ് ദാറ്റ് അവർക്ക് അതിനെക്കുറിച്ചിട്ട്, ബിക്കോസ് എന്തുകൊണ്ടാണ് അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള നോളേജ് അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ നോക്കിക്കാണാൻ വളരെ വീണ്ടും വിചാരത്തോടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫാക്ടർ ഓഫ് പെർസെപ്ഷൻ. നൗ ഫാക്ടേഴ്സ് ഇൻ ദ സിറ്റുവേഷൻ. Time perception is a construction of the brain that can also be manipulated and studied through a variety of experiments. What are the factors that affect your perception of how time passes? That is level of fatigue, level of concentration, depression and happiness. ഈ ടൈം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ പഠിക്കുന്ന സമയം തന്നെ, ചിലവർക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് നൈറ്റിലിരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. ഉച്ചയ്ക്ക് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ വളരെ കുറവായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് ഫാറ്റിക് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ക്ഷീണം, രാത്രി ഭയങ്കര എനർജറ്റിക് ആയിട്ട് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് 2 മണി വരെ 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. ചിലവരെന്ത് ചെയ്യും, 9 മണിയാകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങിയിട്ട് അവരുടെ ക്ഷീണമൊക്കെ മാറ്റി രാവിലെ നേരത്തെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ തുടങ്ങുന്നുണ്ടവരുണ്ടാവും. അപ്പോൾ അവരുടെ ആ ലെവൽ ഓഫ് ഫാറ്റിക്, ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ,